ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പ്രദക്ഷിണം വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണെന്നറിയാം. ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യുന്ന ചടങ്ങും നമ്മൾ പ്രദക്ഷിണമാണ്. ആദ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടെ പ്രദക്ഷിണം വെക്കും. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കും. ഏറ്റവും അവസാനമാണ് ശ്രീകോവിലിൻ്റെ അരികിലേക്ക് വരേണ്ടത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സമീപകാലങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രദക്ഷിണ തത്വമാണ്, അല്ലെങ്കിൽ പ്രദക്ഷിണ രീതിയാണ് അടിപ്രദക്ഷിണം എന്ന് പറയുന്നത്. കൂടുതലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും, മഹാക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്രങ്ങളിൽ പോലും ചെറിയ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, അടിപ്രദക്ഷിണം. അതും രണ്ട് തരത്തിലാണ് ഞാൻ കാണുന്നത്. അടിപ്രദക്ഷിണം തന്നെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നു. ഒന്ന് നിന്നുകൊണ്ടും ഒന്ന് ഇരുന്നു കൊണ്ടും. നിന്നുകൊണ്ട് ഒരു പാദം വെച്ച് ആ പാദത്തിനോട് ചേർന്ന് മറ്റൊരു പാദം വെച്ച്, അപ്പോൾ ടച്ച് ചെയ്ത് പാദങ്ങൾ തമ്മിൽ ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു, കൈകൂപ്പി പിടിച്ചുകൊണ്ട്. ഇതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് ആ കൊടിമരത്തിൻ്റെ ആണെന്നാണെങ്കിൽ അവിടുന്ന് മുന്നോട്ടേക്ക് ഇരുന്നിട്ട് രണ്ട് കാലും മുന്നോട്ട് ഒന്നിച്ച് നീക്കും. എന്നിട്ട് നമ്മുടെ ശരീരം അങ്ങോട്ട് ചേർത്ത് വെക്കും. വീണ്ടും രണ്ട് കാലും മുന്നോട്ട് നീക്കും. കാലുകൾ നമ്മൾ ഈ പറയുന്ന ശരീരം ചേർത്ത് വെക്കുക. അങ്ങനെ ഒരു അടിപ്രദക്ഷിണം. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള പ്രദക്ഷിണം നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള പ്രദക്ഷിണ രീതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ, ആ സ്ത്രീക്കറിയാം വയറ് നല്ലതുപോലെ ഉണ്ടാകും. പൊതുവെ അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭൂമി തൊട്ട് താഴെയുള്ള ഭാഗം കാണില്ല, കല്ലോ കട്ടയോ ഒന്നും കണ്ടെങ്കിൽ കാണില്ല, കുഴി ഉണ്ടെങ്കിൽ കാണില്ല, കാരണം വയറ് മറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് മുന്നോട്ട് നടക്കുന്നത് നോക്കണം. വളരെ ശ്രദ്ധയോടുകൂടി അവർ നടക്കുക. അപ്പോൾ അവരുടെ തലയിൽ ഒരു പാത്രം നിറയെ വെള്ളവും വെച്ച് കൊടുത്തുന്നിരിക്കട്ടെ. അപ്പോഴെന്ത് ശ്രദ്ധിക്കണം, ഈ വെള്ളം മറയാനും പാടില്ല. അപ്പോൾ ശരീരം ഉലയാൻ പാടില്ല എന്നർത്ഥം. ശരീരം ഉലഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മറയും. അപ്പോൾ ഈ തരത്തിൽ ആ സ്ത്രീ എങ്ങനെയാണ് നടക്കുക? കാരണം കാലവടി തട്ടാനോ മുട്ടാനോ പാടില്ല, അതുപോലെ വസ്ത്രം തടഞ്ഞിട്ട് വീഴാൻ പാടില്ല, ഈ വെള്ളം മറയാൻ പാടില്ല. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഒരു പാദം എടുത്ത് ഭൂമിയിൽ വെക്കുമ്പോൾ ഭൂമി പോലും അറിയാത്ത വിധത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ തരത്തിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു പാദം എടുത്ത് മുന്നോട്ട് വെക്കുന്ന അവസരത്തിലായാലും എങ്ങനെയായാലും ആദ്യം ഭൂമി അറിയാൻ പാടില്ല, ഭൂമിയിൽ ശബ്ദമുണ്ടാവാത്ത വിധത്തിൽ ചെയ്യണം. രണ്ടാമത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൈകൂപ്പി പിടിച്ച് വേണം നമ്മൾ പ്രദക്ഷിണം വെക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭൂമി അറിയാതെ പതിഞ്ഞ ശബ്ദത്തിൽ, ശബ്ദമില്ലാത്ത വിധത്തിൽ പതിഞ്ഞ കാൽവെപ്പോടുകൂടി നാമജപത്തോടുകൂടി ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെച്ചിട്ട് നാമം ജപിച്ചിട്ട് അവിടെ ഇതാവണം. അതാണ് പ്രദക്ഷിണം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന അടിപ്രദക്ഷിണം എന്ന് പറയുന്ന ഈ ഒരു പ്രദക്ഷിണത്തിൽ ഈ കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ കാല് തമ്മിൽ മുട്ടുന്നുണ്ടോ ചെരിയുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ശ്രദ്ധ മുഴുവൻ ആ കാൽവെപ്പിലായിരിക്കും ഉണ്ടാവുക. ഈശ്വര ചിന്തയിൽ ഉണ്ടാവുകയില്ല. അത് ഇരുന്നിട്ട് പോകുന്ന ആൾക്കാരും ആ ഇരിക്കുന്നതിൻ്റെ വിഷമങ്ങളും നടക്കുന്നത് കാല് മുന്നോട്ട് വെക്കുന്നതിൻ്റെ ചിന്തകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രദക്ഷിണം പഴയ കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ടോ നോക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ആത്മീയമായിട്ട് ഓരോ ചിന്താഗതികളാണ്. എനിക്കതുപോലെ ചെയ്യണം തോന്നുന്നു, അതുപോലെ ചെയ്യുന്നു. ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്ന വിധത്തിലേ ചെയ്യാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രദക്ഷിണം വെക്കുമ്പോൾ ആ
ഏത് ഭഗവാന്റെ ക്ഷേത്രത്തിലാണോ പ്രദക്ഷിണം വെക്കുന്നത് ആ ഭഗവാന്റെ രൂപം തൻ്റെ ഹൃദയത്തിൽ കാണാനും ആ ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാനും ആ ശരീരം ഇളകാതെ മനസ്സ് ഇളകാതെ ഓരോ ചുവടും ഭൂമി പോലും അറിയാതെ മുന്നോട്ട് വെച്ച് പ്രദക്ഷിണം വെക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രദക്ഷിണം കൊണ്ട് അത്തരത്തിലുള്ളൊരു അന്തരീക്ഷം നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് സംശയം. വെക്കുന്ന ആൾക്ക് വെക്കാം, വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മുടെ ഒരു വിശ്വാസം എന്താ, നമുക്ക് എങ്ങനെയാണോ മനസ്സിന് സംതൃപ്തി നൽകുന്നത് അതുപോലെ ചെയ്യാം. എന്നിരുന്നാലും പ്രദക്ഷിണ തത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ചിന്താഗതിയോടുകൂടി വേണമെന്നാണ്. അതല്ലാതെ ഓരോ ചുവടുകളും ചേർത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഭഗവാനെങ്കിലല്ല, നമ്മുടെ ഈ ഹൃദയത്തിലല്ല ഭഗവാന്റെ രൂപം ഉണ്ടാവുക. കാരണം എന്താ, ആ ചിന്തകൾ മുഴുവൻ ഈ കാൽപാദത്തിൻ്റെ കാലുകൾ ചേർത്ത് വെക്കുന്നതിൻ്റെ പിന്നിലായിരിക്കും. ആ വിധത്തിലായിരിക്കും നമ്മുടെ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇരുന്നിട്ടാണെങ്കിൽ ആ രീതിയിലായിട്ടുണ്ടാവും. ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോൾ ആ മുന്നിലുള്ള എന്തെങ്കിലും വൃത്തികളുണ്ടോ അല്ലെങ്കിൽ അട്ടകളുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആ ചിന്തയിലേക്ക് പോയിക്കൂടായില്ല. അപ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് എന്താണോ യുക്തി എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. നിങ്ങളുടെ യുക്തിയാണ് ഏറ്റവും പ്രധാനം. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. ഏതായാലും ക്ഷേത്ര പ്രദർശനം നടത്തുമ്പോൾ ആദ്യം വെളിയിൽ നിന്നും കൊടിമരത്തിൻ്റെ അവിടെ നിന്നും നമ്മൾ, അല്ലെങ്കിൽ കൊടിമരം അല്ലെങ്കിൽ ആ വലിയ വലിക്കല്ലുണ്ട്, ആ വലിയ വലിക്കല്ലിൻ്റെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്തൂടെ പ്രദക്ഷിണം വെച്ച് അവിടെ എത്തി പിന്നെ ഉള്ളിലേക്ക് കയറി അവിടെ ആ നമസ്കാര മണ്ഡപം അടക്കം ശ്രീകോവിലടക്കം പ്രദക്ഷിണം വെച്ച് എല്ലാ ഉപദേവന്മാരുടെ അടുത്തും പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഏറ്റവും അവസാനം ശ്രീകോവിലിൻ്റെ മുമ്പിൽ എത്തുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾക്ക് ഈ മനസ്സിന് ഏറെ ആനന്ദം തരുന്നതായിരിക്കും. മറ്റേത് ഞാനിതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ അത് നമ്മളുടെ ഇടയിലേക്ക് ഇപ്പം പല ആൾക്കാർ ആ തരത്തിൽ ഈ പ്രദക്ഷിണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾക്കറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനൊരു ഇതുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, അത് പുരുഷന്മാർക്ക് ശയനപ്രദർശനം വെക്കാം, സ്ത്രീകൾക്ക് ശയനപ്രദർശനം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ചെയ്യുന്നതാണെന്ന്. അതിന് പകരം എങ്ങനെയും ആവില്ല കേട്ടോ. ശയനപ്രദർശനം തന്നെയാണ്. അത് ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഭൂമിയിൽ പതിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. സ്ത്രീകൾക്കത് നിഷിദ്ധമാണ്. സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം സ്ത്രീകളുടെ സ്ഥലങ്ങൾ ഒരു കാരണവശാലും ഭൂമിയിൽ പതിക്കാൻ പാടില്ല. കാരണം ഏറ്റവും പവിത്രമായിട്ടുള്ള അവയവമാണ്, അത് ഭൂമിയിൽ പതിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് അവർക്ക് ശയനപ്രദക്ഷിണമോ ദണ്ഡ നമസ്കാരമോ വിധിച്ചിട്ടില്ല. അവർക്ക് പഞ്ചാംഗ നമസ്കാരം അതുപോലെ സാധാ പ്രദക്ഷിണം അതാണ് അവർക്ക് വിധിച്ചിട്ടത്. പക്ഷേ ഈ ശയനപ്രദർശനത്തിന് തുല്യം എങ്ങനെയോ അവരുടെ നിന്നുകൊണ്ടാരും ശയനപ്രദർശനം ചെയ്യാൻ പറ്റുമല്ലോ, ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അത് എന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്ക് മുന്നിൽ വെക്കുന്നു. ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ കോഴിക്കോടുള്ള, പ്രത്യേകിച്ച് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള രുക്മിണി എന്ന് പറയുന്ന ഒരു സഹോദരി ചോദിച്ചുകൊണ്ട് അതിനൊരു മറുപടിയായിട്ട് ചെയ്തതാണെന്ന് മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.